ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. മലപ്പുറം കോൺഗ്രസ് MLA-മാർക്കായി സംഘടിപ്പിച്ച സ്വീകരണ പരിപാടിയിലും VD-KC വിഭാഗീയ പ്രസംഗങ്ങൾ. VD സതീശിന്റെ പേര് പറയാതെയും KCയെ പുകഴ്ത്തിയുമായിരുന്നു 3 MLA-മാരുടെ പ്രസംഗം. AP അനിൽകുമാറിന്റെയും VS ജോയിയുടെയും ആര്യടൻ ഷൗക്കത്തിന്റെയും പ്രസംഗങ്ങളിൽ മുഖ്യമന്ത്രിയെക്കുറിച്ച് ഒരു പരാമർശവും ഇല്ല. KC വേണുഗോപാൽ തന്നെ കെയർ ചെയ്ത നേതാവെന്ന് VS ജോയ് പറഞ്ഞപ്പോൾ മത്സരിക്കാൻ അവസരം തന്നത് KC ആണെന്ന് ആര്യടൻ പ്രസംഗിച്ചു. പ്രിയപ്പെട്ട നേതാക്കന്മാർ ശ്രീ ആര്യാടൻ സാറിനെ പോലെ, പ്രിയപ്പെട്ട പ്രകാശ് ഏട്ടനെ പോലെ, ബാസി ഏട്ടനെ പോലെ, മോഹനേട്ടനെ പോലെയുള്ള നേതാക്കന്മാർ, നമ്മുടെ ഈ വിജയ അബൂബക്കർ സാഹിബിനെ പോലെയുള്ള ആളുകളൊന്നും നമ്മുടെ ഈ വിജയം കാണാൻ നമ്മോടൊപ്പം ഇല്ല എന്ന സങ്കടവും ദുഃഖവും മാത്രമാണ്. രാജ്യത്തെ ഒരുമിപ്പിക്കുന്നതിന് വേണ്ടി രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടങ്ങൾക്ക്, ശ്രീ KC വേണുഗോപാൽ MP നടത്തുന്ന പോരാട്ടങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കരുത്ത് പകരുന്ന ഒരു ജില്ലയായി നമ്മുടെ ജില്ലയ്ക്ക് വരും കാലങ്ങളിൽ മാറണം. ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്കുണ്ടായതിനേക്കാൾ വലിയ ടെൻഷൻ എന്നെ കുറിച്ച് വച്ചു പുലർത്തുന്ന നേതാവെന്ന് ഞാൻ കരുതിയത് പ്രിയപ്പെട്ട ശ്രീ KC വേണുഗോപാൽ MP ആണ്. എന്നോടന്ന് KC വേണുഗോപാൽ പറഞ്ഞൊരു വാക്കുണ്ട്. എന്നോട് പറഞ്ഞു, തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കഴിഞ്ഞാൽ ഉടനെ പിറ്റേ ദിവസം മുതൽ അടുത്ത തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം നിനക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഭൂരിപക്ഷം നിനക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആ പ്രവർത്തനം മനസ്സിരുത്തി ഞാൻ ചെയ്തു എന്നതുകൊണ്ട് തന്നെ ആയിരിക്കാം എനിക്ക് ഒരു വലിയ ഭൂരിപക്ഷം നൽകാൻ നിലമ്പൂർക്കാർക്ക് സാധിച്ചു എന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ KC വേണുഗോപാലിനെ പരാമർശിക്കാതെയായിരുന്നു KP നൌഷാദ് അലിയുടെ പ്രസംഗം. പരിപാടിയുടെ പേരിൽ DCC സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകളിലും VD സതീശിന്റെ ചിത്രമില്ല. KC വേണുഗോപാലിന്റെയും 4 MLA-മാരുടെയും ചിത്രങ്ങളാണ് ബോർഡിൽ ഉള്ളത്. ശാന്തകുമാർ വെള്ളാലത്ത് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന്. ശാന്തകുമാർ, ഇത് പരസ്യമായി തന്നെ ഈ MLA-മാർ ഈ രീതിയിലുള്ള ഒരു വിഭാഗീയത മനസ്സിലാകുന്ന തരത്തിൽ തന്നെ പറയുകയാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ചിത്രവും മുഖ്യമന്ത്രിയുടെ പേരും ഇല്ലാതെയാണ് ഈ പ്രസംഗങ്ങൾ നടക്കുന്നത്. അതോടൊപ്പം ഈ പോസ്റ്ററുകൾ വരുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. വീണ്ടും മലപ്പുറത്ത് അത് വ്യാപകമായി തന്നെ പരസ്യമായി തന്നെ പുറത്തു വരികയാണ്. തീർച്ചയായും രുചിഷ, അത് തന്നെയാണ്. മലപ്പുറത്തെ ആ വിഭാഗീയത കൃത്യമായി പുറത്തു വന്ന ദിവസമായിരുന്നു ഇന്നലെ എന്ന് തന്നെ പറയാം. കാരണം ഇന്നലെയാണ് മലപ്പുറത്തെ 3 MLA-മാരാണ് കോൺഗ്രസിനുള്ളത്. 3 സീറ്റിലും അവർ 4 സീറ്റിലും അവർ ജയിച്ചു. ആ 4 സീറ്റിലും MLA-മാർക്കുള്ള സ്വീകരണം കോൺഗ്രസിന്റെ DCC സംഘടിപ്പിച്ച ഒരു സ്വീകരണ പരിപാടിയാണ്. അതിന്റെ ഉദ്ഘാടനം KC വേണുഗോപാലായിരുന്നു. ഇന്നലെ വൈകിട്ട് ആ പരിപാടി നടക്കുമ്പോൾ ആ പരിപാടിയിൽ പങ്കെടുത്ത ഈ 4 MLA-മാർ, ഒരാൾ മന്ത്രിയാണ്, മന്ത്രി AP അനിൽകുമാറുണ്ട്, ഒന്ന് KP നൌഷാദ് അലി പൊന്നാനി എന്നുള്ള MLA ആണ്. അതേപോലെ തന്നെ തവനൂരിൽ നിന്ന് വിജയിച്ച DCC പ്രസിഡന്റ് കൂടിയായ VS ജോയ് ഉണ്ട്. മറ്റൊന്ന് ആര്യടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ നിന്ന് വിജയിച്ച ഒരു സ്ഥാനാർത്ഥി. ഇങ്ങനെ ഈ നാല് പേരും ഉള്ള സ്വീകരണ പരിപാടി എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ആ പരിപാടി സംഘടിപ്പിച്ചത്. പക്ഷേ അതിനകത്ത് VD സതീശന്റെ ചിത്രമോ ആ പ്രചരണ പരിപാടിയിൽ ചിത്രമോ അല്ലെങ്കിൽ VD സതീശൻ സർക്കാരിന്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി VD സതീശനെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു പരാമർശമോ ആ വേദിയിൽ എവിടെയും കണ്ടില്ല. നേതാക്കന്മാരുടെ പ്രസംഗത്തിൽ എവിടെയും കണ്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒപ്പം തന്നെ ഈ പ്രചരണ ബോർഡുകളിലെല്ലാം VD സതീശനെ പരിപൂർണമായും ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. ആ VD സതീശന്റെ മാത്രം ചിത്രമല്ല, KC വേണുഗോപാലിന്റെയും ഒപ്പം തന്നെ മറ്റ് ഈ MLA-മാരുടെയും മാത്രം ചിത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു ഇവിടുത്തെ പ്രചരണ ബോർഡുകൾ എല്ലാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം എല്ലാ ഘട്ടത്തിലും അത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് തന്നെയാണ് VD സതീശന്റെ സാന്നിധ്യം അല്ലെങ്കിൽ ചിത്രമോ ഉൾപ്പെടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രാധാന്യം അത്തരം പരാമർശങ്ങൾ വേണ്ട എന്നുള്ളത് അവർ നേരത്തെ തന്നെ കരുതിയിട്ടുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നു. അത് തന്നെയാണ് ഇന്നലെ ആ പ്രസംഗത്തിൽ ഉടനീളം കണ്ടത്. ഏറെ ആകെ ഉണ്ടായത് KP നൌഷാദാണ്. KP നൌഷാദ് അലി നമുക്കറിയാം VD സതീശനുമായി അടുത്ത ആളാണ്. ആ VD സതീശൻ സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്നും ഒപ്പം തന്നെ ആ മുഖ്യമന്ത്രി VD സതീശന്റെ കരങ്ങൾക്കൊക്കെ ശക്തി പകരാൻ എല്ലാവരും തയ്യാറാവണമെന്നും മാത്രം പറഞ്ഞുകൊണ്ട് ഒരു 1.5 മിനിറ്റ് കൊണ്ട് ആ പ്രസംഗം അവസാനിപ്പിക്കുമെന്നാണ് നമ്മൾ കണ്ടത്. ബാക്കി മൂന്ന് പേരും, അതായത് റവന്യൂ മന്ത്രി AP അനിൽകുമാർ KPC വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹം പോലും സർക്കാരിനെ കുറിച്ചോ VD സതീശൻ എന്നുള്ള ഒരു പേര് പരാമർശിക്കാൻ പോലും തയ്യാറായിട്ടില്ല. സമാന രീതിയിൽ തന്നെയാണ് ആര്യടൻ ഷൗക്കത്തും VS ജോയും പ്രസംഗത്തിൽ ഉടനീളം കാണിച്ചത്. അവരുടെ പ്രസംഗം പരിപൂർണമായും KC വേണുഗോപാലിനെ പുകഴ്ത്തുക എന്നുള്ളത് മാത്രമായിരുന്നു. അത് അവർ പരിപൂർണമായും ആ പ്രസംഗത്തിൽ കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ആ പ്രസംഗം പൂർണ്ണമായും കേട്ടാൽ മനസ്സിലാവും. ആ രീതിയിൽ ഇതേക്കുറിച്ച് ആകെ വിലയിരുത്തുമ്പോൾ പൂർണ്ണമായും VD സതീശനെ ഒഴിവാക്കിക്കൊണ്ടുള്ള VD സതീശന്റെ പേര് ഒഴിവാക്കിക്കൊണ്ടുള്ള മുഖ്യമന്ത്രി VD സതീശനെ പരാമർശിക്കാതെയുള്ള ഒരു
കോൺഗ്രസ് നേതാക്കളുടെ ഒരു യോഗം, ഇല്ലെങ്കിൽ അവരുടെ ഒരു സ്വീകരണ യോഗം തന്നെയാണ് ഇന്നലെ മലപ്പുറത്ത് നടന്നത് എന്നുള്ളതാണ്. അതിനെ കൃത്യമായി ഒരാളുടെ മാത്രം, അതായത് വി ഡി സതീശിനെ അനുകൂലിക്കുന്ന, വി ഡി സതീശിനൊപ്പമുള്ള KP നൗഷാദ് അലി മാത്രമാണ് ആ പേര് ഇന്നലെ അവിടെ പരാമർശിച്ചത് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ് രജിഷ. ശരി ശാന്തകുമാർ, എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇത്തരത്തിൽ വിഭാഗീയത പൊങ്ങി വരികയാണ്. കാരണം നേരത്തെ മുഖ്യമന്ത്രിയെ ചൊല്ലിയുള്ള പോര് നമ്മൾ കണ്ടതാണ്. അന്ന് പരസ്യപ്പോരിലേക്ക് കാര്യങ്ങളൊക്കെ പോയി ഏറ്റവും ഒടുവിൽ ആ വിഷയം അത് പരിഹരിക്കപ്പെട്ടത് മുഖ്യമന്ത്രിയായി വി ഡി സതീശനെ പ്രഖ്യാപിച്ചതോടെയാണ്. KC വേണുഗോപാൽ മന്ത്രിസഭയിലേക്ക് പോലും വരേണ്ടതില്ല എന്ന തരത്തിൽ തന്നെ അദ്ദേഹം ആ തീരുമാനങ്ങളിൽ നിന്ന് അവിടെ ദേശീയ നേതൃത്വത്തിൽ തന്നെ തുടർന്നു. ഒടുവിൽ അത് രമേശ് ചെന്നിത്തലയുടെ പേരിൽ കുറെ കണ്ടു. ഏറ്റവും ഒടുവിൽ അദ്ദേഹം ആഭ്യന്തരമന്ത്രി സ്ഥാനമായി അവിടെ മന്ത്രിസഭയിൽ വന്നു. പക്ഷേ ഇപ്പോൾ ഒരു സ്വീകരണ പരിപാടിയിലേക്ക് വരുമ്പോൾ അവിടെ പരസ്യമായി തന്നെ ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ പേര് മാറ്റിക്കൊണ്ടുള്ള ഒരു നീക്കം മലപ്പുറത്ത് നടക്കുകയാണ്. ഇതിന്റെ ബാക്കി